പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിന് ആകെ ടെൻഷനുകളും വിഷമങ്ങളൊക്കെ കൂടിക്കൂടി വരികയാണ്. ആരോട് പറയാനാ എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അനിയുടെയും അനാമികയുടെയും ജീവിതം വല്ലാത്ത തകരാറിലാണ് പോകുന്നത്. അതിൻ്റെ കുറ്റപ്പെടുത്തലുകളൊക്കെ നന്ദുവിന് കേൾക്കേണ്ടി വരികയാണ്. നന്ദുവിനാണെങ്കിൽ അനിയെ ഇഷ്ടമാണ്, പക്ഷെ അതിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് എന്താണ് ഇപ്പം ഒരു പരിഹാര മാർഗം എന്നൊക്കെ അറിയാനായിട്ട് നന്ദു ഒരു ജ്യോത്സ്യനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ജ്യോത്സ്യൻ പറയുന്ന വാക്കുകളൊക്കെ കേട്ടിട്ട് നന്ദു ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ജ്യോത്സ്യൻ പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, മോള് ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? പ്രണയ നൈരാശ്യമാണല്ലോ മോളുടെ മുഖത്ത് കാണുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷേ മോൾ ഒന്ന് കേട്ടോ, മോൾ സന്തോഷത്തോടു കൂടി ഇരുന്നോ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ആരൊക്കെ എതിർത്താലും ഈ വിവാഹമേ നടക്കുകയുള്ളൂ. അതിനി ആരൊക്കെ എതിരെ നിന്നാലും ഇത് നടക്കണ്ടെന്ന് പ്രാർത്ഥിച്ചാലും ഇത് നടക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്താലും ആ വിവാഹമേ നടക്കുകയുള്ളൂ. അത് എന്നായാലും നടന്നിരിക്കും എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് മോൾ സന്തോഷത്തോടു കൂടെ ഇരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കേട്ടിട്ട് നമ്മുടെ നന്ദുവിന് ഉള്ളിൽ സന്തോഷമുണ്ട്, പക്ഷെ പുറത്ത് ടെൻഷനുണ്ട്. ആകെ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് നന്ദു നിൽക്കുന്നത്. അങ്ങനെ നന്ദു അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുന്ന സമയത്ത് മുഴുവൻ ഈ ഒരു ജ്യോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളാണുള്ളത്. ഇതിനിപ്പം ജ്യോത്സ്യൻ ഇങ്ങനെ പറയുന്നു, അനാമികയാണെങ്കിൽ തെറ്റിപ്പോവുകയും ചെയ്തു. ഇനി യഥാർത്ഥത്തിൽ അത് തന്നെ സംഭവിക്കുമോ? മുമ്പും ഒരു ജ്യോത്സ്യൻ ഇങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സമയത്തും ഒരു ജ്യോത്സ്യൻ എന്നോട് ഇത് തന്നെയായിരുന്നു അനിയുടെ കല്യാണ സമയത്ത് പറഞ്ഞിരുന്നത്. എല്ലാം കൂടെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഇതായിരിക്കുമോ നടക്കുക? ഇനി ഇതായിരിക്കുമോ എനിക്ക് വിധിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് അനിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. മെസ്സേജ് വരുന്ന സമയത്ത് എടുത്ത് നോക്കുന്ന സമയത്ത് കാണുന്നത് അനാമിക പോയ സന്തോഷത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന അനിയെയും കൂട്ടുകാരെയുമാണ്. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ അവനും അനാമിക പോയതിൽ ഒട്ടും സങ്കടമില്ല. അവനൊട്ടും അനാമികയെ സ്നേഹിക്കുന്നില്ല. എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ അവനെ എനിക്ക് തന്നെ സ്വന്തമാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചിന്തയൊക്കെ നമ്മുടെ നന്ദുവിൻ്റെ മനസ്സിലോട്ട് വരികയാണ്. പക്ഷേ എന്തു തന്നെയായാലും മുത്തശ്ശൻ അനിയുടെയും അനാമികയുടെയും ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അനാമികയുടെ ചീത്ത സ്വഭാവങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇപ്പോൾ അനാമികയുടെ ചീത്ത സ്വഭാവങ്ങളൊക്കെ ഏകദേശം മുത്തശ്ശൻ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇനി അവരുടെ ജീവിതം തല്ലി പിരിക്കാനാണോ ഡിവോഴ്സിലേക്ക് എത്തിക്കാനാണോ മുത്തശ്ശൻ ശ്രമിക്കുക? അങ്ങനെയാണെങ്കിൽ അനിയനെ വിവാഹം കഴിക്കുമായിരിക്കും. പക്ഷേ അതിന് അനിയുടെ അമ്മ സമ്മതിക്കില്ലല്ലോ. കുറേ പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വരും എന്നുള്ള ആ ഒരു ചിന്തയിലാണ് നമ്മുടെ നന്ദു നിൽക്കുന്നത്.